ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ മെഷീൻ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും ഞാൻ ഏതാ മെഷീൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഉഷ ജനം അല്ലോർ ഡീലക്സ് എന്ന് പറഞ്ഞ വേർഷനാണ്. ഒരുപാട് പേര് ഇതിനെപ്പറ്റി കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടിയിട്ട് ഉള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഇതൊരു ടേബിൾ ടോപ്പ് മെഷീനാണ്. ഇതാണ് മെഷീൻ വരുന്നത്. ഇത് നമുക്കിതാ ഞാൻ പൊന്നിച്ചു പിടിച്ചിട്ടാണെന്നില്ലേ, അത്ര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിന് കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എനിക്കറിയുന്നതൊക്കെ ഞാൻ ഇനി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം ഫുള്ളായിട്ട് കാണാൻ തന്നെ ശ്രമിക്കുക. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ട്, ഇത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്തോളൂ. അപ്പം ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് പറയണം. പിന്നെ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് വേഗം ഇതിന്റെ സ്പെഷ്യാലിറ്റീസിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മെഷീന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എവിടെ വേണമെങ്കിൽ ക്യാരി ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഇതാ ഇതുപോലെ ഒരു ഹാൻഡിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജാപ്പനീസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു മെഷീനാണ്. ഇതിൽ 14 ഇൻബിൽട്ട് സ്റ്റിച്ചസ് തന്നെ വരുന്നുണ്ട്. 21 സ്റ്റിച്ച് ഫങ്ഷൻസ് ചെയ്യാൻ പറ്റും. മെഷീനിന്റെ ബോഡി നോക്കുകയാണെങ്കിൽ ഇവിടെ ദാ മുകളിലായിട്ട് 2 സ്പൂൾ പിൻസ് വരുന്നുണ്ട്. ഇതിങ്ങനെ പൊക്കാനും താക്കാനും പറ്റുന്ന ടൈപ്പ് സ്പൂൾ പിന്നാണ്. പിന്നെ ദാ ഇവിടെ വരുന്നതാണ് ത്രെഡിന്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വീല്. ഇതാണ് സ്റ്റിച്ച് സെലക്ടർ. പിന്നെ ഇത് സ്റ്റിച്ച് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ വരുന്ന ഈ ഒരു ബട്ടണാണ് റിവേഴ്സ് സ്റ്റിച്ച്. നമുക്ക് ലോക്കെല്ലാം ചെയ്യാനുള്ള റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് പ്രസ് ചെയ്ത് പിടിച്ചാലാണ് നമ്മുടെ സ്റ്റിച്ച് റിവേഴ്സ് പോവുക. ഇതുപോലെ തന്നെയാണ് ഇതിന്റെ ഫൂട്ടർ വന്നിട്ടുള്ളത്. ഇത് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. വയറിനൊക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഈ പിന്ന് ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് ഈ മെഷീന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഇങ്ങനെയായിട്ട് നമുക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് ഓൺ ഓഫ് ബട്ടണും കൂടി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ സൈഡിൽ വരുന്ന രീതിക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ പിന്നെടുത്ത് സോക്കറ്റിൽ കുത്തി സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം ഈ പിന്നിത് ഇതുപോലെ ഓൺ ആക്കിയാൽ നമ്മളെ മെഷീൻ ഓൺ ആവും. ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് തള്ളിക്കൊടുത്താൽ ഈ ഭാഗം ഓപ്പൺ ആവും. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിങ്ങനെ താഴ്ത്തുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ബോബിൻ കേസ് ഷട്ടിലൊക്കെ വരുന്നത്. അപ്പൊ ഇതാ ഇവിടെ ആയിട്ടാണ് നമ്മുടെ പിക്കപ്പ് ലിവർ വന്നിട്ടുള്ളത്. ഈ ഫൂട്ടർ പൊക്കുവാൻ താഴ്ത്താനുള്ള ഇത് ഇവിടെ ആയിട്ട് ഒരു LED ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോബിനിൽ എങ്ങനെയാണ് നൂല് വൈൻഡ് ചെയ്തെടുക്കാൻ നോക്കാം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോബിനാണ് ഇതിന് വരുന്നത്. നമ്മൾ ആദ്യം സ്പൂൾ പിന്നിൽ നൂലിട്ട് കൊടുക്കുക. അതിന് ശേഷം ആ നൂലിൻ്റെ ഒരു തറ്റം പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതിൻ്റെ ഇടയിലേക്ക് കയറ്റി കൊടുക്കുക. നമുക്കിതാ ബോബിൻ്റെ ഈ 2 ഹോൾസ് വരുന്നുണ്ട്. ആ ഹോൾസിലേക്കൂടെ നമുക്കൊന്ന് നൂല് കടത്തി വിട്ടിട്ട് ഇവിടെ നമുക്ക് ബോബിൻ ഇവിടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇങ്ങോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു സൈഡിലത്തെ ഇതിലൂടെ നൂലെടുത്ത് ഈ ഒരു സംഭവത്തിൽ ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മളിതാ ബോബിൻ്റെ ഹോൾസിലൂടെ നൂല് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇതുപോലെ തള്ളി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഫ്ലൈ വീൽ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ ഇനി നമുക്കിങ്ങനെ പ്രഷർ ഫുഡ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നൂല് നന്നായിട്ട് ചുറ്റി വരും. ആ ചുറ്റുന്ന സമയത്ത് നൂലിങ്ങനെ പൊങ്ങി പോകുന്നുണ്ടെങ്കിൽ നൂലിനൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടവിടെ കൊടുത്താൽ മതി. ടൈറ്റിൽ പിടിക്കാനൊന്നും പാടില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് നൂല് ചുറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ഉന്തിയിട്ട് നമുക്ക് ആ ബോബിനിങ് എടുക്കാം. ഇവിടെയായിട്ട് ഈ ഒരു സ്ഥലത്തായിട്ട് നമുക്കൊരു ചെറിയൊരു ബ്ലേഡ് വരുന്നുണ്ട്. ഈ നൂല് കട്ട് ചെയ്യാനായിട്ട് ഇവിടുന്ന് ഇങ്ങനെയൊന്ന് വലിച്ചു കൊടുത്താൽ നമ്മുടെ നൂല് ഇതാ ഇവിടെ കട്ടായിട്ട് കിട്ടും. ഇനി നമുക്കിതാ നമ്മുടെ കേസ് എടുത്തിട്ട് ഇതുപോലെ ബോബിൻ വെച്ച് ഇങ്ങനെ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതാ നമ്മുടെ ഈ ഒരു ഇത് തുറന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഈ നൂലൊക്കെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലെങ്ങനെ നൂലിടുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇതിന് നമുക്ക് നൂലെടുത്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്കൂടെ കടത്തി നേരെ താഴേക്ക് കൊണ്ടുവന്ന് ഈ ഒരു യു ഷേപ്പിൽ ഇങ്ങനെ വന്ന് നമ്മുടെ ഫ്ലൈ വീൽ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ഈ ലിവർ പൊങ്ങി വരും. അതിലൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് കടത്തി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം.
ശേഷം താഴേക്ക് വന്ന് ഇവിടെ സൂചിൻ്റെ അവിടെ ഒരു കൊളുത്തുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൽ ഓട്ടോമാറ്റിക് ത്രെഡിങ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ലിവർ നമ്മൾ താഴ്ത്തി കൊടുത്താൽ സൂചി വരുന്നേക്ക് നോക്കുക, എന്നിട്ട് താഴ്ത്തി കൊടുത്തിട്ട് ഈ ഒരു ഗ്യാപ്പിലൂടെ നമ്മുടെ ഇത് ഒരു കൊളുത്തുണ്ട്, അത് നമുക്ക് കയറ്റി കൊടുത്ത് നമുക്ക് ഈ നൂല് ഇതുപോലെ വെച്ചു കൊടുത്താൽ ഈസി ആയിട്ട് നമ്മുടെ നൂല് ഇവിടെ കയറി കിട്ടും. ഇതിൽ നൂലിടാനൊക്കെ വളരെ എളുപ്പമാണ്. സ്റ്റിച്ച് ചെയ്യാനാകുമ്പോൾ നമ്മൾ ബോബിൻ്റെ അകത്ത് നൂല് കയറ്റുമ്പം പുറത്തേക്കാക്കിയ ചീലൊന്ന് തള്ളിക്കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സ്റ്റിച്ച് വരും. ഇതിലെ സ്റ്റിച്ചസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പം വീഡിയോക്ക് ലെങ്ത് അധികമാവും, നിങ്ങൾക്ക് ബോറടിക്കും, എനിക്കും ബോറടിക്കും. ഞാൻ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ടെൻഷൻ സെറ്റ് ചെയ്യുന്നത് 4ലാണ്. അതേപോലെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് വരുന്നതാണ് A. പിന്നെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് എപ്പോഴും 2ൻ്റെയും 3ൻ്റെയും ഇടയിലായിരിക്കും. പിന്നെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യുമ്പോൾ ഈ പല്ല് താഴ്ത്തുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതിനായിട്ട് നമ്മൾ ബോബിൻ കേസിട്ട് ആ ഒരു സ്ഥലം തുറക്കുക. എന്നിട്ട് ഇവിടെതായി ഇതുപോലെ ഒരു ക്ലാമ്പ് കാണുന്നുണ്ടോ, ഇതെങ്ങനെ നമുക്ക് ഇങ്ങനെ താഴ്ത്തിട്ട് ഇങ്ങോട്ടൊന്ന് തള്ളി കൊടുത്താൽ നമ്മുടെ ഈ പല്ല് താന്നു പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്രീ ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്യുമ്പോൾ ഈ പല്ലിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത് താത്താനായിട്ട് ഈ ഇവിടെ ഉണ്ടാവുക, ഇതൊന്ന് താഴ്ത്തി പിടിച്ച് ഇങ്ങനെ ഈ ഒരു ലിവർ താഴ്ത്തി പിടിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് തള്ളി കൊടുക്കുമ്പം ഈ ലിവർ ശരിയായി ഇവിടെ താന്നു വരും. ഇനി പല്ല് പൊന്തിക്കാനായിട്ട് നമുക്കിതാ ഇതിങ്ങനെ പിടിച്ച് നേരെ ഇങ്ങേക്കൊന്ന് തള്ളി കൊടുത്താൽ മതി. അപ്പൊ പല്ല് പൊന്തില്ല. അപ്പൊ നമ്മളൊന്ന് ഇതുപോലെ ഫ്ലൈ വീലൊന്ന് തിരിച്ചാൽ മാത്രമേ, ഒന്ന് സൂചി ഇറങ്ങി കയറുമ്പോൾ മാത്രമേ നമ്മുടെ പല്ല് അവിടേക്ക് വരത്തുള്ളൂ. നമുക്ക് ഇതിന്റെ ഷട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഷട്ടിൽ ഊരാനായിട്ട് നമുക്ക് ആദ്യം ഈ ബോബിൻ കേസ് ഇതുപോലെ പുറത്തേക്ക് വലിച്ചൊന്ന് ഊരി മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇവിടെ കണ്ടോ ഈ രണ്ടൊരു ബ്ലാക്ക് സാധനം, ഈ ബ്ലാക്ക് സാധനം ഇങ്ങോട്ടൊന്ന് തള്ളിയാൽ, ഇത് രണ്ടും ഇങ്ങോട്ട് തള്ളിയാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഷട്ടിൽ ഊരിയെടുക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ എൻ്റെ ഷട്ടിലുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു സ്ഥലത്തൊക്കെ നന്നായിട്ട് നമുക്ക് പൊടി ഉണ്ടാവും, അതൊക്കെ നമുക്കൊരു ബഡ്സ് വെച്ചിട്ടോ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ഈ കാര്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മെഷീൻ ഓഫ് ചെയ്തിരുന്നേ, അത് ഞാൻ പറയാൻ മറന്നു പോയതാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ജസ്റ്റ് ഒരു തുണി എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. ബഡ്സ് ഉണ്ടെങ്കിൽ അതായത് നമുക്ക് ഈ ഒരു ചെറിയ ഗ്യാപ്പിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ നമുക്ക് തുടച്ചു കൊടുക്കാം. അപ്പൊ എനിക്ക് ഉഷയുടെ അവർ വന്നൊരു ഡെമോ കാണിച്ചു തന്നില്ലേ, അപ്പൊ അവര് എന്നോട് പറഞ്ഞ കാര്യം, വേറെ ഈ മെഷീൻ കാര്യമായിട്ട് ഓയിലിന്റെ ആവശ്യമില്ല. ഈ ഒരു ഏരിയയിൽ നമുക്കൊന്ന് കൈനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് നമുക്ക് ഈ ഷട്ടിൽ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം. നമ്മുടെ ഇവിടുത്തെ ഒക്കെ പൊടിയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഏരിയയിൽ കൈ കൊണ്ട് തൊട്ടിട്ട് ഇങ്ങനെ ഓയിൽ പരട്ടി കൊടുത്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞേ. ഒരുപാട് ഓയിൽ എടുത്ത് ഒഴിക്കണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇത് ഇടാൻ വേണ്ടിയിട്ട് സൂചി ഉയർന്നിട്ട് തന്നെ ഉണ്ടാവണം. ഈ സംഭവം ഈ സൈഡിലേക്ക് തന്നെ ആയിരിക്കണം. ശ്രദ്ധിച്ച് നമ്മുടെ ഈ ഒരു സാധനം ഇതുപോലെ പിടിച്ചിട്ട് ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാം. അതിന് ശേഷം ഈ സംഭവം ഇടാം. ഇതിന് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു കട്ടിങ്ങും വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് രണ്ടും ഇതുപോലെ ലെവലാക്കി വെച്ചിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം. ഈ പോയിന്റ് കറക്റ്റ് ആക്കി വെച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് വീൽ തിരിച്ചു വെക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഇട്ടെടുക്കാൻ പറ്റും. മെഷീൻ വാങ്ങിയപ്പോൾ ഇതുപോലെ ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കിറ്റിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സീം റിപ്പർ ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ്. ഇപ്പം ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
പിന്നെ ഇതാ ഇതുപോലെ 3 പീസ് വരുന്ന ഒരു നീഡിലുണ്ടായിരുന്നു. പിന്നെ ഇതുപോലുള്ള ബോബിൻ 4 ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലുള്ള ഇത് സ്ക്രൂ അഴിക്കാനുള്ള ഇതിൻ്റെ ഇവിടുത്തെയൊക്കെ സ്ക്രൂ അഴിക്കാനുള്ള ഒരു ഇങ്ങനെ ഒരു സംഭവം. പിന്നെ ഇത്രയും ഫൂട്ടർ വന്നിട്ടുണ്ട്. അതിന് നോർമൽ ഫൂട്ട് ഇവിടെ ഉണ്ട്. ഇത്രയും ഫൂട്ടും കൂടി കിട്ടിയിട്ടുണ്ട്. 5 ഫൂട്ടാണ് ഉണ്ടായിരുന്നത്. നോർമൽ ഫൂട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് ഇത് നമ്മുടെ 1 സൈഡ് ഫൂട്ട്. ഇത് നമ്മുടെ ഫൂട്ട്. ഇത് ഹെമ്മിങ് ഫൂട്ട്. പിന്നെ ഇത് ബട്ടൺ ഹോൾ ഫൂട്ട്. ഇതാണ് ഞാൻ ഇത് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പീക്കോക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഫൂട്ടാണ്. അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഈ ഒരു കിറ്റിൽ ഉണ്ടായിരുന്നത്. കൂടുതൽ പേരും ഇതിന്റെ പ്രൈസ് എത്രയാണെന്നാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം പ്രൈസ് പറയുന്നതിന് മുന്നേ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് ഓരോ ഡീലേഴ്സിന്റെ അടുത്ത് എത്തുന്നതിന് ഇതിന്റെ പ്രൈസിൽ ചേഞ്ച് വരുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാനിത് വാങ്ങിയപ്പോൾ എനിക്കിത് 14,500 രൂപക്കാണ് കിട്ടിയത്. ഞാനിത് വാങ്ങിയിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ തളിപ്പറമ്പിലുള്ള നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിന്റെ ഷോപ്പിൽ നിന്നാണ്. അപ്പം ഇത് ഓൺലൈനിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് ഈ മെഷീൻ. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഷോപ്പിൽ പോയി എടുക്കുമ്പോൾ നമുക്ക് 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. ഹോം സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് ഉഷേന്റെ ഒരു ഫ്രീ ഡെമോ ക്ലാസ്സും കൂടി നമുക്ക് കിട്ടുന്നതാണ്. അത് നമ്മൾ വീട്ടിൽ വന്നിട്ട് തന്നെ അവർ നമുക്ക് ഡെമോ കാണിച്ചു തരും. ഞാൻ വാങ്ങിയിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞ പിന്നെയാണ് ഈ ഉഷേന്റെ കമ്പനിയിലെ ആള് വീട്ടിലേക്ക് വന്നിട്ട് ഇതിൻ്റെ അകത്തിലെ കുറച്ച് ഫൂട്ടേഴ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഫൂട്ടർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, മെഷീൻ എത്ര മണിക്കൂർ വർക്ക് ചെയ്യാം, ഓയിലിങ്, അങ്ങനെ സകല ഡീറ്റെയിൽസും നമുക്ക് വീട്ടിൽ വന്നിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. അതാണ് നമ്മൾ ഷോറൂമിൽ പോയിട്ട് മെഷീൻ വാങ്ങുന്നതിന്റെ ഒരു ഗുണമായിട്ടുള്ളത്. നമ്മൾ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ക്ലാസ് ഒക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓൺലൈനിൽ വാങ്ങുമ്പോൾ അതൊന്നും കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അറിയില്ല കേട്ടോ. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് മെഷീനാണ് നമ്മുടെ ഉഷ കമ്പനി എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു പേരുകേട്ട കമ്പനിയാണ്. ഒരുപാട് കൊല്ലങ്ങളായിട്ടുള്ള ഒരു കമ്പനിയാണ്. എൻ്റെ മറ്റേ സാധാരണ മെഷീൻ ഉണ്ടായിരുന്നു. സിംഗിൾ മെഷീൻ ഉണ്ട്, ഡൊമസ്റ്റിക് യൂസിനൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ നോർമൽ തയ്യൽ മെഷീൻ എൻ്റെ കയ്യിലുണ്ട്. അതും ഉഷ കമ്പനിയുടേത് തന്നെയാണ്. പിന്നെ ഈ ടേബിൾ ടോപ്പ് മെഷീൻ വേറെ കമ്പനീസിൻ്റെത് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്തോ ഉഷ കമ്പനിയുടെ ഒരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കമ്പനീനെ ചൂസ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ 2 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നു. അതിൽ ഒരു 3 മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനൊരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഞാൻ ഇതിന്റെ ഓയിലിങ് എനിക്ക് ഡെമോ കാണിച്ചു തരാൻ വന്നവര് ഓയിലിങ് അധികം ചെയ്യേണ്ടെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഈ ഷട്ടിലിന്റെ അവിടെ മാത്രം ഓയിലിങ് ചെയ്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വേറെ എവിടെയും ഓയിൽ ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല. പിന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ പൊടിയൊക്കെ കയറിയിട്ടുണ്ട്. അതൊന്നും ക്ലീൻ ആക്കാൻ എനിക്ക് അറിയില്ല. ഞാൻ ഇതുവരെ ഇത് ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല. ഈ ഒരു ഫേസ് കവർ ഞാൻ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. വേറൊന്നും ഞാൻ ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് ഈ മെഷീനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് മെഷീനാണ് ഇത്. നമുക്ക് ഇതിലാകുമ്പോൾ എല്ലാ മെറ്റീരിയൽസും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യമൊക്കെ എംബ്രോയിഡറി ഒക്കെ ചെയ്യാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ ഫ്രീ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന 2 വീഡിയോസ് ഇട്ട് കഴിഞ്ഞു. അതേപോലെ കുറെ ഡിസൈൻസ് ഒക്കെ ചെയ്ത് ഒന്ന് പയറ്റി കഴിഞ്ഞിട്ട് വേണം എനിക്ക് നല്ലൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ മറക്കുകയേ ചെയ്യല്ലേ. കമന്റ് ബോക്സ് ഒക്കെ അതിനുള്ളതല്ലേ. ആരും പക്ഷേ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല. ചിലവരൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. എന്നാലും കൂടുതൽ പേര് എനിക്ക് തോന്നുന്നു കമന്റ് ഒന്നും ഇടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അത് ഒന്നുകിൽ ഞാനല്ല അല്ലെങ്കിൽ വേറെ ഈ കമന്റ് കാണുന്ന മറ്റുള്ളവരായാലും കമന്റിന് റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക. അപ്പൊ അതിന് മറ്റുള്ളവരും കൂടി പറഞ്ഞു കൊടുക്കാൻ കൂടെ. അപ്പൊ എനിക്കും പുതിയ അറിവ് കിട്ടും, നിങ്ങൾക്കും പുതിയ അറിവ് കിട്ടും. അപ്പൊ അങ്ങനെ നമുക്കൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.